നിങ്ങളൊരു യുദ്ധം തന്നെയാണ് അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്നൊക്കെ പറഞ്ഞാക്കിയിട്ടില്ല. അതുപോലെ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നിർമ്മിച്ച് ആ ഒരു അതിനുശേഷം അത് പൈശാചികത്വം കൊടുക്കും അല്ലേ? അദ്വൈതീക്ഷാതിലോകന പ്രേതാന്ന് പറയുന്നത്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഒറ്റ നോട്ടത്തിൽ ഒഴിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഗരുഡപുരാണത്തിൽ തന്നെ പറയുന്ന ഒരു വിഷയം എന്താണ്? പിന്നെ സ്ഥാനേ ദ്വാരെ അർദ്ധമാർഗേജ ചിതായം ശവഹസ്തക എന്നൊക്കെ പറഞ്ഞിട്ട് ശേഷത്തിൽ കൂടി കെട്ടിച്ചേർക്കുമ്പോൾ അവിടെ ഒരു ക്രിയയുണ്ട്. അർദ്ധമാർഗം എന്ന് പറഞ്ഞാൽ ചിതയിലേക്ക് പോകുന്ന പകുതി വഴിക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് അവിടെ ഒരു ക്രിയ ചെയ്താൽ പിന്നീട് ഭൂതം എന്നുള്ള സങ്കല്പത്തിലേക്കാണ് ഇത്ര ചുടലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തുമ്പോഴേക്കും അത് ശവമായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷയങ്ങളുണ്ട്. ഇതിലൊന്നും കൃത്യത പാലിക്കാത്തത് കൊണ്ടാണ് പ്രേതങ്ങൾ മുഴുവനും പൈശാചികത്വം വരുന്നത്. ഇതിലിപ്പോൾ പ്രതിപാദിക്കപ്പെട്ട പ്രേതങ്ങൾ മുഴുവനും ഈ ക്ഷേത്രജ്ഞന്മാരെ ബന്ധുക്കളായിക്കൊള്ളുന്നില്ല, പരിസര ബന്ധങ്ങളും ഉണ്ടാവും ഇല്ലേ? ഇല്ലേ? അപ്പോൾ അതെന്തിനു നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ആ പ്രേതങ്ങളൊക്കെ ഈ ദേവകലകളിലേക്ക് അശുദ്ധി വ്യാപിപ്പിക്കും. അതാണ് പ്രേതശുദ്ധി നടത്തിയതിന് ശേഷം പ്രതിഷ്ഠകൾ നടത്തുന്നതിൻ്റെ ഒരു ലക്ഷ്യം കൂടി മലയാളം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ പ്രേതത്തെയും ആവാഹിക്കുമ്പോൾ നമ്മളേക്ക് യാതൊരു ബന്ധം ഉണ്ടാവില്ല, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഏത് അവസ്ഥയിലാണ് ആ പ്രേതം നിൽക്കുന്നതെങ്കിലും പ്രതിമ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ഇരിക്കുക. ഈ പ്രതിമാ സാന്നിധ്യം വന്നതിന് ശേഷം ശൈവവൈഷ്ണവ ശാക്തഭേദേന പരിഹാരങ്ങൾ വരും. പിന്നീട് സുഹൃതങ്ങളായിട്ടുള്ള കുറേ ക്രിയകൾ വരാനുണ്ട്. മോക്ഷഗതിയിലേക്കുള്ള കുറേ സായുജ്യം സായുജ്യ പര്യന്തമുള്ള അഖില ക്രിയാകർമ്മങ്ങൾ നടത്തിയിട്ടാണ് ഈ സഹസ്രനാമ ജപം നടത്തുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇവിടെയുള്ള ബാധ വേർപാടിന് വേണ്ടിയിട്ടുള്ള ഹോമങ്ങൾ, അനവധി ഹോമങ്ങൾ കഴിച്ചു. സുദർശന ഹോമം, തിലഹോമം, അതിൻ്റെ കൂടെ സുബ്രഹ്മണ്യ പൂജകൾ ചെയ്തു. ഭഗവതി സേവ, ഗണപതി ഹോമം തുടങ്ങിയ പൂജകളൊക്കെ കഴിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ആ വേർപാടിൻ്റെ സമയത്ത് വളരെ ഭംഗിയായിട്ട് ഇവിടെ ബാധിക്കപ്പെട്ടിരിക്കുന്ന അത്ര ദോഷങ്ങളെല്ലാം നമുക്ക് വെള്ളി പ്രതിമയിലേക്ക് അവിടേക്ക് രൂപം കൊടുക്കാൻ സാധിച്ചു, ആവാഹിച്ച്. അതിനുശേഷം മഹാവിഷ്ണുവിൻ്റെ സാമീപ്യത്തിലെത്തി തിലഹോമവും ബ്രാഹ്മണർക്ക് കാലഴിച്ചൂട്ടും നടത്താൻ സാധിച്ചു. ഇതിനെല്ലാം ഇതിനടുത്ത ശേഷം ഇനി അവസാന പൂജയാണ് സായുജ്യം എന്ന് പറയുന്നത്. ഞാൻ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ഭാഗമായിട്ട് നമുക്ക് ഈ പൂജകളെ, പരിഹാര പൂജകൾ 3 ഭാഗമായിട്ട് തരംതിരിക്കാം. ഓർമ്മ ഉണ്ടോ അത് പറഞ്ഞത്? പറയൂ.
സാരൂപ്യം. സാരൂപ്യം എന്ന് വെച്ചാൽ ആദ്യം ഒരു രൂപം കൊടുക്കുക, അതിനുശേഷം സാമീപ്യം. സാമീപ്യം എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ സാമീപ്യത്തിലെത്തി പൂജ നടത്തി ചടങ്ങുകളൊക്കെ ചെയ്യുക. ഏറ്റവും അവസാനത്തതാണ് സായുജ്യം. സായുജ്യമാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹു പ്രതിമയെ നമ്മളിവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ ആവാഹിച്ചു വെച്ച പ്രതിമകളെ അതിൽ നിന്നുള്ള അവരുടെ പ്രേതാത്മാവിനെ നമ്മൾ ആവാഹിച്ച് മഹാവിഷ്ണുവിൻ്റെ പാദത്തിന് ലയിപ്പിക്കുകയാണ്. ശംഖിലെ തീർത്ഥത്തിലേക്കാണ് അവർ ആവാഹിക്കുന്നത്. ആവാഹിച്ചെടുത്തിട്ട് മഹാവിഷ്ണുവിൻ്റെ പാദത്തിലേക്ക് ലയിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സമയം എല്ലാവരും നാരായണ നാരായണ ജപിക്കുക. നമ്മുടെ അവസാന ചടങ്ങാണ്. എല്ലാവരും നാരായണ നാരായണ ജപിക്കുക, മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഇവരുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വേണം. പിതൃക്കളാണ്, അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് സമസ്തം വരുത്തിച്ച് ആ കഷ്ടമേ രോഗം ക്ഷേത്രം നന്നായിട്ട് കൊണ്ടുപോവുക, അവിടെ പണികൾ നന്നായിട്ട് നടത്തിക്കാനുള്ള നിങ്ങളുടെ ചുമതലകൾ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് പേരുണ്ട്, കുറേ സ്ത്രീകളുണ്ട്, വീട്ടിൽ കുട്ടികളുണ്ട്. അവർക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഐതിഹ്യങ്ങൾ, ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പരമാവധി അടുത്ത തലമുറയിലേക്ക് നിങ്ങളൊരു സോഴ്സാണ്. അടുത്ത തലമുറയിലേക്ക് ഈ ഇവിടുത്തെ മാത്രമല്ല, നമ്മുടെ വിശ്വാസ സംസ്കാരത്തെ സംരക്ഷിക്കാനുള്ളൊരു ഒരു ഉത്തരവാദിത്തമുള്ളത് നിങ്ങൾക്കാണ്. അതിൽ അമ്മമാരിലൂടെയാണ് അടുത്ത തലമുറ വളർന്നു വരിക. അവർ പറഞ്ഞു കൊടുക്കുന്നതും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെയാണ് അടുത്ത കുട്ടികളിൽ ഉണ്ടാവുക അധികമായിട്ട്. അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താ വെച്ചാൽ ഈ ഒരു സംസ്കാരത്തെ നിലനിർത്തി അടുത്ത തലമുറയിലേക്ക് കൈമാറുക. അതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ മാതൃസമിതി കൂടുമ്പോൾ ക്ഷേത്രത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ആദ്യം നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവും. അതായത് ഇപ്പോൾ നാമജപങ്ങൾ നടത്തുക, അതിന് പരമാവധി കുട്ടികളെ എത്തിക്കുക. അപ്പോൾ തിരക്കുള്ളവരുണ്ടാവും, ചില ദിവസങ്ങളിൽ ഒരാളുണ്ടാവില്ല, ചില ദിവസങ്ങളിൽ വേറെ ആളുണ്ടാവില്ല, അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും പരമാവധി എല്ലാവരും എത്തുക. ഇവിടെ എത്തിയിട്ട് ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക. അവിടെ ഞാൻ പറഞ്ഞ ഇവരോട് ഈ മാസത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി 6 മാസം കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് എന്തെങ്കിലും പരിപാടികൾ നടന്നത്. അമ്പലം എപ്പോഴും ആ എനർജിയിൽ നിൽക്കണം. എപ്പോഴും ഇപ്പോൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് വിചാരം തോന്നുന്നുണ്ട് എന്നും ഉത്സവം തോന്നും, അത്രയും തിരക്കാണ് അവിടെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാംസ് ഉണ്ടാവും അവിടെ ഗുരുവായൂർ സ്പെഷ്യലായിട്ട്. അതുപോലെ അല്ലെങ്കിലും നമ്മളൊരു മാസത്തിൽ 1 or 2 വിശേഷ പരിപാടികൾ നാമജപത്തിനൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള വെച്ചാൽ അവിടെ ഭഗവതിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ വിളിച്ചാൽ കേൾക്കുന്ന ഭഗവതി തന്നെയാണ്. അതിൻ്റെ ഇപ്പോൾ അത് കണ്ടു എന്തോ മഴക്കാർ എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്കൊരു പ്രശ്നമില്ലാണ്ട്, ഈ ഭാഗത്തേക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വന്നു. പിന്നെ ഭഗവതിക്ക് പൂജ വയ്ക്കുന്ന ദിവസം ഗംഭീര കാറ്റ് നടന്നിരുന്നു. അന്നൊരു വിളക്ക് പോലും കയറാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ സ്ത്രീകളൊക്കെ വിളിച്ച് അവിടെ കേൾക്കുന്ന ഭഗവതി തന്നെയാണത്. മുന്നോട്ട്